അമ്മാമ്മ ഈ പ്ലാവിലൊക്കെ സാധാ ആഴല്ലേ കൊടുക്കുന്നത്, അമ്മാമ്മ എന്തിനാ അത് പറിച്ചു കളിക്കുന്നേ? പ്ലാവില കൊണ്ട് ഇപ്പൊ ഒരു പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരാം. പ്ലാവിലെ വെച്ച് എന്ത് പലഹാരം ഉണ്ടാക്കായി? നല്ലൊരു അടിപൊളി പലഹാരമാണ്, 4 മണി പലഹാരം. എന്താ? എന്നാ ശരി, കണ്ടോളെ കാണാം. ഓക്കെ, അപ്പൊ നമ്മളുടെ കള്ളി അമ്മാമ്മ ആദ്യം അവിടെ നിന്ന് ഇലയൊക്കെ പറിച്ചപ്പോ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തന്നില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാവില ബജിയാണ്. ഒരുപാട് പേര് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. എന്നാലും നിങ്ങൾക്കായിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് വിട്ടു തരാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ മെയിൻ തിങ് പ്ലാവിലയാണ്. പിന്നെ ഒരു ബൗളിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ്, പിന്നെ നമ്മളുടെ കടലമാവ്, പിന്നെ നമ്മളുടെ മൈദമാവ്, പിന്നെ ഇത് നമ്മൾ ഉള്ളിയും പിന്നെ ഇഞ്ചിയും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളുടെ കായപ്പൊടിയാണിത്. പിന്നെ നമ്മളുടെ ഇതെല്ലാം കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടിയും. ഇനി അമ്മ അത് നമുക്ക് കുഴച്ചെടുക്കാം ഇതെല്ലാം. ആദ്യം 1 കപ്പ് മൈദപ്പൊടി അല്ലേ? 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് മതിയാവും അല്ലേ? അടുത്ത കടലമാവ് 1 കപ്പ്, 1 കപ്പ് ഒരു കപ്പ് മൈദമാവ്, 1 കപ്പ് കടലമാവ്. ഉപ്പ് ചേർക്കാം, കുറച്ച് മതിയല്ലേ? പാകത്തിന് മതി. മാവ് എത്ര എടുക്കുന്നോ അത്ര ഉപ്പ്. കുറച്ച് മുളക് പൊടി ഇച്ചിരി അല്ലേ? എരിവ് വേണ്ട, അത്ര കൊച്ചു പിള്ളേരല്ലേ? ഞാനിപ്പോൾ കായപ്പൊടി, കായപ്പൊടി ഇത്രയും മതിയോ? കുറച്ച് കായപ്പൊടി മതി, ഒരു മണത്തിനും ടേസ്റ്റിനും. ശരി, ഇഞ്ചി ഉള്ളിയും കൂടെ ഒത്തിപ്പൊടിച്ച് വെച്ചേക്കുന്നത് നമുക്കിതിൽ കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. വേഗം കുഴച്ചോ, വെള്ളം ഒഴിക്കണ്ടേ? അങ്ങനെ കുഴക്കാണ്. പതിയെ അളവിന് ഒഴിക്കണേ. ഇതാണ് മാവിന്റെ പരുവ. ഇത് ഭയങ്കരമായിട്ട് വെള്ളം പോലെ ആയി പോലത്തെ ബജി ഉണ്ടാക്കാനുള്ള മാവിന്റെ പരുവ ഇതാണ്. അല്ലെങ്കിൽ സാധാ വെള്ളം പോലെ ആയിപ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ജ്യൂസായിപ്പോയാ പിന്നെ രാവിലെ മുങ്ങിയിരിക്കത്തില്ല, അങ്ങ് വെള്ളം പോലെ ആയിപ്പോ. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തിട്ട് കൊടുത്തു കൊടുക്കാം. പ്ലാവില ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രുചിച്ച് നോക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രം. ആഹാ, എടുത്തൊന്ന് കഴിച്ചോട്ടെ. അതിന് ചെറിയ കുട്ടികൾക്ക് ചൂടില്ല, അതിപ്പോ പൊരിച്ചിട്ടേ. ഇതൊരു സൈഡിൽ നിന്ന് കടിക്കാൻ പറ്റില്ല കേട്ടാ, രാവിലെയും കൂടി കടിച്ചെടുക്ക. രാവിലെയോടുകൂടിയാണ് കഴിക്കുന്നത്, അതാണ് അതിന്റെ ടേസ്റ്റ്. മുളക് ബജി കഴിക്കൂലേ, മുളകിനെ അവിടെ വെച്ചിട്ട് അതേപോലെ മുളക് നമ്മൾ കഴിച്ചിട്ട് കഴിച്ചിട്ട് അതേപോലെ പ്ലാവിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അധികം ഭയങ്കര പേടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഈ പ്ലാവില ബജി കഴിക്കണം. എങ്ങനെയായിരിക്കും ടേസ്റ്റ്? എടുത്ത് കളയേണ്ടി വരുമോ അവസാനം? എന്തിനാ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പ്ലാവില ബജി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.